ഹായ് ഗേൾസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ ആ വീഡിയോ ആയിട്ടാണ്. ഹെന്ന ബിസിനസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക, എവിടെ നിന്നാണ് പൗഡർ ഇട്ടുക, എവിടെ നിന്നാണ് എസെൻഷ്യൽ ഓയിൽ ഇട്ടുക, ആ ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസറുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അതുമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ ബിസിനസ് ചെയ്യാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് നല്ല BAQ ക്വാളിറ്റി ഹെന്ന പൗഡർ വേണം, ബോഡി ആർട്ട് ക്വാളിറ്റി, പിന്നെ എസെൻഷ്യൽ ഓയിൽ വേണം, സെല്ലോഫെയിൻ വേണം, അങ്ങനെ ഒരുപാട് സാധനം വേണം. പിന്നെ അതിൻ്റെ സെയിലിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക, നമ്മൾ ഫസ്റ്റ് നമ്മളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ കൊടുക്കുക. എന്നിട്ട് എന്താക്കുക, പിന്നെ സോഷ്യൽ മീഡിയ വഴി വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അതുവഴി പ്രൊമോട്ട് ചെയ്യുക. പിന്നെന്താ സെലൂണ്, അങ്ങനത്തെ എന്താ പറയുക, അങ്ങനത്തെ ചെറിയ ചെറിയ ലോക്കൽ സ്റ്റോറിൽ അങ്ങനെ നമ്മൾ എന്താ പറയുക സെയിലാക്കുക. ഓക്കെ. പിന്നെ ഓഫേഴ്സ് നൽകിയിട്ട് നമുക്കിത് വെക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കത് മൈൻഡിൽ അന്നേരം ആ സമയത്ത് വരും. പിന്നെ ഈ സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടുകയെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യ മാർട്ട് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അതിലൊരുപാട് ഹെന്ന ഡീലേഴ്സിന് നമുക്ക് കിട്ടും, ഹോൾസെയിൽ റേറ്റിനും ഒക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുക. പിന്നെ അല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് ഹെന്ന പൗഡർ എന്ന് സെർച്ച് ചെയ്താൽ മതി. അവിടെ ഒരുപാട് ഡീലേഴ്സ് ഉണ്ടാവും. ഹെന്ന പൗഡർ മാത്രമല്ല, പിന്നെ നിങ്ങൾക്ക് എസെൻഷ്യൽ ഓയിലും അവിടെ കിട്ടും. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ യൂക്കാലിപ്റ്റസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. എന്നിട്ട് പിന്നെ നിങ്ങൾ കുറച്ച് എന്താ പറയുക, കുറച്ച് ലെവലായി വന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എസെൻഷ്യൽ ഓയിൽ ഏതാ വേണ്ടുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തിരിയും. ആ സമയത്ത് എന്താ പറയുക, ഇഷ്ടമുള്ളത് യൂസ് ആക്കുക. പിന്നെ നിങ്ങൾ പൗഡർ വാങ്ങിക്കുമ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ കുറച്ച് വാങ്ങിക്കുക. ഒരു 1/2 kg അല്ലെങ്കിൽ ഒരു 1 kg എല്ലാം വാങ്ങിക്കുക. എന്നിട്ട് അതിന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. എന്ന് വെച്ചാൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അല്ലാണ്ട് ഒരുമിച്ചിട്ട് നിങ്ങൾ ഒരുപാട് വാങ്ങിയിട്ട് ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഫേക്ക് പൊടിയെല്ലാം കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബോഡി ആർട്ട് ക്വാളിറ്റി എല്ലാം ചോദിച്ചിട്ട് കൺഫേം ആക്കി വാങ്ങുക. ഫസ്റ്റ് കുറച്ച് വാങ്ങുക, എന്നിട്ട് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അങ്ങനെ എന്താ പറയുക, അങ്ങനെ നിങ്ങൾ തുടങ്ങിക്കോ ഇൻഷാ അല്ലാ. എന്താ പറയുക, ഫസ്റ്റൊക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ പിന്നെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ബ്രാൻഡിങ് നെയിം അത് നിർബന്ധമാണ് കേട്ടോ. നിങ്ങൾക്കൊരു പേരുണ്ടാവുമല്ലോ, നിങ്ങളെ എന്തെങ്കിലും ഒരു പേരിടുക. എന്നിട്ട് അത് നമ്മളത് ഒരു ലേബിൾ പോലെ ചെയ്തിട്ട് അതും ചെയ്യിപ്പിക്കുക. ബ്രാൻഡിങ് നെയിമിലാണല്ലോ നമ്മൾ അറിയപ്പെടുന്നത്. അങ്ങനെ ഒക്കെ റെഡിയാക്കുക. എന്നിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക ഇൻഷാ അല്ലാ. എന്താ പറയുക, അടിപൊളിയാകും. പെരുന്നാക്കേക്ക് നിങ്ങളെല്ലാവരും ഒരു ബിസിനസ് തുടങ്ങിക്കോ. ഇഷ്ടമുള്ള ആൾക്കാർ കേട്ടോ. എന്നാ ബിസിനസ് താല്പര്യമുള്ള എന്താ പറയുക, ഒരുപാട് കുട്ടികളുണ്ടാവും. എന്ന് വെച്ചാൽ ഇത് നല്ലൊരു ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര രസമാണ് ആക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഉണ്ടാക്കുന്ന വീഡിയോസ് എല്ലാം ഇതിലെല്ലാം ഉണ്ട്. എല്ലാ യൂട്യൂബ് ചാനലിലും ഉണ്ട്. എൻ്റെ ഈ പേജിൽ തന്നെ ഉണ്ട്, കറക്റ്റ് മെഷർമെൻറ്റിലെല്ലാം. അപ്പോൾ അതൊക്കെ ചെക്കൗട്ട് ചെയ്യുക, എന്നിട്ട് ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇത് സ്റ്റോറേജിൻ്റെ അതും അറിയാലോ. എന്ന് വെച്ചാൽ ഇത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യണം. പിന്നെ എന്താ 2 days ഒക്കെയാണ് പുറത്ത് വെക്കാൻ പാടുള്ളൂ, റൂം ടെമ്പറേച്ചറിൽ. അല്ലെങ്കിൽ ഇത് ഉറപ്പായിട്ട് കേടാം. അതുകൊണ്ട് ഓൺലൈൻ ബിസിനസ്സാണ് ഇത് കൂടുതൽ നടക്കുക. നമ്മൾ കൊറിയർ വഴിയാണ് അയക്കുക. അപ്പോൾ കൊറിയർ ചാർജ് നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കണം അവരോട്. പിന്നെ ഹെന്ന കോൺസിൻ്റെ ചാർജും അതൊക്കെ നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും. നിങ്ങൾ കോൺസ് വാങ്ങി യൂസ് ആക്കുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്താ പറയുക, കോണ് നല്ല സ്മൂത്ത് ആവണം. പിന്നെ ഒരു ബാഡ് ഇത് വരാൻ പാടില്ല കേട്ടോ. കോണ് നിങ്ങൾ ഉണ്ടാക്കുമ്പം ഒരുപാട് ടൈം ഉണ്ടാക്കി വെക്കണം. ഒരിക്കൽ ഉണ്ടാക്കി അത് സ്മൂത്തല്ല, അത് ലൂസായി പോകും. അങ്ങനത്തെ കുറച്ച് ട്രബിൾസൊക്കെ വരും. പക്ഷെ പിന്നെയും ഉണ്ടാക്കുക, പിന്നെയും നോക്കുക, എന്നിട്ട് നിങ്ങൾ ഇട്ട് നോക്കുക, നിങ്ങളെ കയ്യിൽ ഇട്ട് നോക്കുക സ്റ്റെയിൻ ഉണ്ടോ, പിന്നെ സ്റ്റിക്കി ആണോ, എന്താ പറയുക, പിന്നെ പൊളിഞ്ഞ് വീഴുന്നുണ്ടോ, അങ്ങനത്തെ എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുക ഫസ്റ്റ്. എന്നിട്ട് കോണാക്കുക. എല്ലാം നിങ്ങളെ മിടുക്ക് പോലെ അന്നേരം എല്ലാം ഓക്കെ ഇൻഷാ അല്ലാ. അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇൻഷാ അല്ലാ സ്റ്റാർട്ട് ചെയ്തോളൂ, പേടിക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, കമൻ്റ് ആക്കണം. എന്ന് വെച്ചാൽ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ ഇനിയും ഇടാം കേട്ടോ. നിങ്ങൾ പറഞ്ഞാൽ മതി, കമൻറ്റിലിട്ടാൽ മതി. ഈ വീഡിയോ ഇഷ്ടമായാലും അതും പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. പേജ് ഫോളോ ആക്കണേ.